ഒരുപാട് വാർത്താഭരിതമായ ദിവസമാണ് ഇവിടെ നമ്മുടെ ഷിബിൻ ബഷീർ, റിൻസി മാനുവൽ, വിനീത്, ലിനീഷ് ബാബു, ഇർഷാദ് പുൽവട്ട, ഗ്രേസി സബാസ്, നൌഷാദ്, വിപിൻ ബിന്നി, ലെവിൻ പോൾ, സുലൈമാൻ അബ്ദുൽ ഖാദർ, ഐഷു, മണികണ്ഠൻ, മുഹമ്മദ് അനസ്, കുഞ്ഞു മുഹമ്മദ്, ജിജു ഡാനിയൽ, ബിജു ചെറുവണ്ണൂർ, ഷമീർ അഹമ്മദ്, ഉഷ, സുജിത്ത്, മുസ്തഫ, സത്യൻ, പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. മഞ്ജു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വൈബിലേക്ക്. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വൈബിലേക്ക് പൂർണ്ണമായി സംസ്ഥാനവും രാജ്യവും വീണ് കഴിഞ്ഞിരിക്കുന്നു. അധിക നാളില്ല, ഇനിയിപ്പോൾ പരമാവധി വന്നാൽ എത്രമാണ്, ഒരു മാസത്തിൽ താഴെ മാത്രമേ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപനത്തിലെ കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ. CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി, UDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും മൂന്നാം സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമോ ലീഗ് എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ ആകാംക്ഷ. നാളെയാണ് തീരുമാനം. അപ്പോൾ മൂന്നാം സീറ്റ് വിഷയത്തിൽ നാളെ കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചന. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി. ലീഗുമായുള്ള തർക്കം തുടരുന്നത് UDF വിജയത്തെ ബാധിക്കുമെന്ന് K മുരളീധരൻ MP 24-നോട് പറഞ്ഞു. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് VD സതീശൻ വ്യക്തമാക്കി. മൂന്നാമതൊരു സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ലീഗും നിലപാടെടുത്തതോടെയാണ് ലീഗിന്റെ നിർണായക നീക്കം. നാളെ കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെടുമെന്നാണ് ലീഗ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഒരു സീറ്റിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് സൂചന. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. ആവശ്യമെങ്കിൽ മത്സരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് നേതൃയോഗത്തിലായിരിക്കും മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ലീഗുമായുള്ള നാളത്തെ ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലീഗിന് മൂന്നാം സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ലീഗുമായുള്ള തർക്കം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ UDF വിജയത്തെ ബാധിക്കുമെന്ന് K മുരളീധരൻ MP. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഹതയുടെ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം, സീറ്റാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് പോയാൽ മുന്നണി സമവാക്യത്തെ അടക്കം മാറ്റിമറിക്കും. 24 മലപ്പുറം. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം പറയുന്നത്. 24 മണിക്കൂറിനകം അന്തിമ തീരുമാനമുണ്ടാകും. ലീഗിന്റെ മൂന്നാം സീറ്റ് കേരളത്തിൽ ഏത് മണ്ഡലമാകാമെന്നും ആലപ്പുഴ ആയാലും ജയസാധ്യതയുണ്ടെന്നും PM A സലാം പറഞ്ഞു. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനം നാളെ ആവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. സമീർ ബിൻ കരീമ വാർത്തയുടെ വിവരങ്ങൾ. സമീർ, PM A സലാം അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളോട് വിട്ടുപറഞ്ഞില്ല എങ്കിൽ കൂടിയും മൂന്നാം സീറ്റ് കിട്ടുമെന്ന അടിയുറച്ച പ്രതീക്ഷ PM A സലാം പങ്കുവെക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം എന്താണ് സമീർ? മൂന്നാം സീറ്റ് എല്ലാ നിലക്കും ലഭിക്കണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു അതില്ലാതെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നുള്ളതാണ്. ആ സീറ്റ് ലഭിക്കണമെന്ന് PM A സലാം പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സലാമിനോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അതായത് അദ്ദേഹത്തോട് ഈ മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തെ അദ്ദേഹം തള്ളിയില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് മാത്രമാണ് PM A സലാം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മൂന്നാമതൊരു സീറ്റിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തന്നെയാണ് ഒരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുക ഈ വരുന്ന 27-ാം തീയതി മലപ്പുറത്ത് ചേരാനിരിക്കുന്ന നേതൃയോഗത്തിലായിരിക്കും. നാളെ കോൺഗ്രസുമായി നടക്കാനിരിക്കുന്ന ചർച്ച ഏറെക്കുറെ പരാജയപ്പെടുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലവിലെ വിലയിരുത്തൽ. അതിന് കാരണമായി നേതാക്കൾ പറയുന്നത് മൂന്നാമതൊരു സീറ്റ് നൽകില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നിലപാട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളത്തെ ചർച്ച പരാജയപ്പെടുകയും മൂന്നാമതൊരു സീറ്റിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടാണ് മുസ്ലിം ലീഗ് നിലവിൽ നോക്കി വെച്ചിരിക്കുന്ന ഒരു സീറ്റ്. അതിന് കാരണം കോഴിക്കോട് സേഫ് സീറ്റാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് വിജയ സാധ്യത ഏറെയുള്ള സീറ്റാണെന്നുള്ളതും മുസ്ലിം ലീഗ് കണക്കുകൂട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ നേതൃത്വവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. ആവശ്യമെങ്കിൽ ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഒരുങ്ങണമെന്നും തയ്യാറെടുപ്പ് നടത്തണമെന്നുള്ളതുമായ ഒരു നിർദ്ദേശം മുസ്ലിം ലീഗ് നേതൃത്വം നൽകി എന്നുള്ളതുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വരാനിരിക്കുന്ന മാർച്ച് 4-ാം തീയതി കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് കോഴിക്കോട്ടെ
ഇവിടുത്തെ ബൂത്ത് കൺവീനർമാരുടെ യോഗം മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ച യോഗമാണെങ്കിൽ പോലും ഈ യോഗത്തിൽ പ്രധാനമായും ഈ മത്സരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ. ഏതായാലും നിലവിൽ ഈ മുസ്ലിം ലീഗിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോണിലൂടെ കോൺഗ്രസ് ലീഗ് നേതാക്കളുമായി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ 2 മാത്രമാണ്. ഒന്ന്, മൂന്നാമതൊരു സീറ്റ്, അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്നുള്ള പരസ്യ പ്രഖ്യാപനം. ഇവ രണ്ടും ഉണ്ടാവാത്ത ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് നിർണായകമായ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അത്തരമൊരു തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ UDFന്റെ മുന്നണി സമാഹിതടക്കം ഇത് കാര്യമായി ബാധിക്കും. വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വരെ ഇടയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, അപ്പോൾ അത് ഇത്തവണ ലീഗ് സീരിയസ് ആയി പറയുന്നതാണ്. അതായത് ഇവിടെ അബൂബക്കർ ഇബ്രാഹിം പറഞ്ഞു 6ഓളം സീറ്റിന് അർഹതയുള്ള പാർട്ടിക്ക് 2 സീറ്റ് കൊടുത്തൊന്നും പറ്റിക്കൽ നടക്കില്ല. ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന 2 സീറ്റ് ലീഗ് വിജയിക്കും. പിന്നെ എന്തിന് UDFന്റെ ഭാഗമാകണം ചോദിക്കുന്നു. ബഷീർ പറയുന്നു 6 സീറ്റെങ്കിലും മത്സരിക്കണമെന്ന് പറയുന്നു. പത്മകുമാർ പറയുന്നു തൃശ്ശൂർ സീറ്റ് ലീഗെന്ന് പറയുന്നു. അഭിലാഷ് പറയുകയാണ് ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കണം, 100% സപ്പോർട്ട്, കോൺഗ്രസിന് ഒരു പാഠം പഠിപ്പിക്കണം. എരികേറ്റാന്നൊക്കെ നാട്ടുകാഴ്ച പറയില്ലേ. എന്തായാലും നാളെ അറിയാം. നാളെയാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടാവുക. ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് ഒരു ഇടതു വലത് മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ആവുമെന്ന അതൊരു തർക്കമില്ല. നമുക്കത് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്ഥാനാർത്ഥി ചിത്രങ്ങൾ തെളിയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച ധാരണയായി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് നീക്കം. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJS മത്സരിക്കാനാണ് ധാരണ. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമന്റെ പേരിടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെയല്ല, രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിക്കുകയാണോ? PC ജോർജിന്റെ മോഹങ്ങൾ മരവിക്കുകയാണോ പത്തനംതിട്ടയിൽ? ഷഫീദ്. കശ്മീർ തൃശ്ശൂരിനൊപ്പം BJP ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഒരു സ്റ്റാർ ക്ലാസ് പോരാട്ടം ഉണ്ടാക്കാനാണ് BJP ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും. ജില്ലാ നേതൃത്വം ഒരു ദേശീയ മുഖം തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്തെ പ്രാദേശിക തലത്തിലടക്കം പിന്തുണ ലഭിക്കുന്ന ഒരു നേതാവിനെ പരിഗണിച്ചാൽ അത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ എത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത്. ഏതാണ്ട് ആ പേര് ഉറപ്പിക്കുന്നുമുണ്ട്. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ഈ ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയായിട്ടുമുണ്ട്. കോട്ടയം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി എന്നീ സീറ്റുകൾ BDJSന് നൽകാനാണ് നിലവിലിപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയത്ത് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BDJSന് എതിർപ്പുണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജ് സ്ഥാനാർത്ഥിയെത്തിയാൽ സഹകരിക്കില്ല എന്ന് BDJS നേതൃത്വം ദേശീയ നേതൃത്വത്തെ BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സമുദായത്തിനെ അപമാനിക്കുന്ന നിലപാട് PC ജോർജ് മുൻപ് സ്വീകരിച്ചു എന്നുള്ളതാണ് BDJSനെ സംബന്ധിച്ച് ചൊടിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സഹകരണത്തിനും ഇല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കൂടുതൽ. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിസ രഞ്ജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നുണ്ട്. സന്ദീപ് വചസ്പതിയുടെ പേരും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് വിവരം. ആലത്തൂരിൽ SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 7 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ടുള്ള BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ആ തീരുമാനം ഔദ്യോഗികമായി ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് ഹാഷ്മി നമുക്ക് ലഭിക്കുന്ന വിവരം. ഷഫീദ്, ഒരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് അരവിന്ദ് താമര ഷഫീദിനോട് പറയണം, ഹായ് ഹാഷ്മി, ഷഫീദ് വാസ് മൈ ഹൈസ്കൂൾ ക്ലാസ്മേറ്റ്. ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു സേ ഇറ്റ്. ഐ ആം പ്രൗഡ് ഓഫ് ഹിം എന്ന് പറയുകയാണ്. അരവിന്ദിന് അറിയോ? എനിക്കങ്ങനെ ഹാഷ്മി നേരിട്ട് പരിചയമുള്ള ആളല്ല. ഏതായാലും സന്തോഷം കേട്ടതിൽ. അല്ല, കൂടെ പഠിച്ച എന്താ പ്രശ്നം അറിയാം. അരവിന്ദ് എന്നുള്ള പേരുകാർ ഒരു ക്ലാസ്സിൽ 10-15 നേതാരൊന്നും അറിയാത്താവും. കണ്ടാൽ എന്തായാലും അറിയാം. ഷഫീദ് പോട്ടെ, നമ്മുടെ ഈ VS ജോയിയുടെ പേര് ചുവരെഴുതി എന്ന് കേൾക്കുന്നുണ്ട്. അത് സാധാരണ ഇതിൽ CPMൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പതിവുള്ളതല്ല. എന്താണ് സംഭവിച്ചത്? ഹാഷ്മി, നമുക്കറിയാമെന്ന് പറഞ്ഞാൽ ഈ മാസം വരുന്ന 27-നാണ് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേർന്ന അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ ജോയ് തന്നെയാണ് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തുകയും ചെയ്തതാണ്. മറ്റൊരു പേരും അവിടെ പരിഗണിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ CPMനെ സംബന്ധിച്ച് ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ചുവരെഴുത്തടക്കമുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുക പതിവ് രീതിയല്ല. പക്ഷേ ആറ്റിങ്ങലിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട കാര്യം. ആറ്റിങ്ങൽ ACAC നഗറിലാണ് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായി CPM ആലോചിക്കുന്ന വി ജോയിയുടെ ചുവരെടുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത് വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനം. കാരണം ഏതാണ്ട് സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ചു, എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാവുക എന്നുള്ള ഒരു ആലോചന മാത്രമാണ് CPM-നെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം, ഏതെങ്കിലും തരം ഒരു നീക്കം, അത് വിവാദമാക്കേണ്ടതില്ല, ചർച്ചയാക്കേണ്ടതില്ല എന്ന CPM-ന്റെ ഉന്നത നേതൃത്വം വിലയിരുത്തുന്നു. ഹാഷ്മി. യെസ്, അപ്പോൾ അതാണ് രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയായിരുന്നു ഷഫീദ്. അരവിന്ദ് താമര ഞാൻ പറഞ്ഞിട്ടുണ്ട്, അരവിന്ദ് കേട്ടോ, അപ്പം എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു അരവിന്ദ് PV. അപ്പോൾ ഒരു എല്ലാ ക്ലാസ്സുകളിലും ഒരു അരവിന്ദ് മസ്റ്റാണ്, എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓർമ്മയില്ലാത്തതെന്ന് തോന്നുന്നു, അവനെ ഓർമ്മിപ്പിക്കാം. രാജു PS ഒക്കെ പറഞ്ഞു പത്തനംതിട്ടയിൽ PC ജോർജ് മത്സരിച്ചാൽ BDJS നടിയാകും എന്ന് പറയുകയാണ്. PC ജോർജ് ജയിക്കുന്നത് പേടി കാരണമാണ് BDJS എതിർക്കുന്നത് വേറൊരു പ്രേക്ഷകൻ മുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 2 ദിവസം എവിടെ ആയിരുന്നു ചോദിക്കുന്നത്. 2 ദിവസം ചെറിയ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ, ഒരു പല്ലെടുക്കൽ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം UDF പ്രചരണായുധമാക്കുന്നതിനിടെ മറുപടിയുമായി തോമസ് ചാഴികാടൻ. UDF പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയ നിലനിൽപ്പ് ആവശ്യമായിരുന്നു, അല്ലാതെ താനും പാർട്ടിയും ആരെയും ചതിച്ചിട്ടില്ലെന്നും ചാഴികാടൻ പറഞ്ഞു. അതിനിടെ മന്ത്രി K രാധാകൃഷ്ണനെ പരിഹസിച്ച് K മുരളീധരൻ രംഗത്ത് വന്നു. സിറ്റിംഗ് മന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നായിരുന്നു പരിഹാസം. സമരാഗ്നി യാത്ര കോട്ടയത്തെത്തിയപ്പോഴാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരള കോൺഗ്രസിനെതിരെ ആക്ഷേപമുന്നയിച്ചത്. കഴിഞ്ഞ തവണ ജയിപ്പിച്ച MP-യും പാർട്ടിയും UDF-നെ വഞ്ചിച്ചുവെന്നായിരുന്നു ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി നൽകണമെന്നും പറഞ്ഞു. ഇതിന് പിന്നാലെ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിഷയം UDF പ്രവർത്തകർ സജീവ ചർച്ചയാക്കി. ഇതോടെയാണ് മറുപടിയുമായി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ തന്നെ രംഗത്ത് വന്നത്. ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങൾ പുറത്തു കിടന്ന് കൈയും കാലും അടിച്ചു കിടക്കും എന്ന് ധരിച്ചവർക്ക് കൊടുത്ത മറുപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളെ പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയമായ നിലനിൽപ്പ് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. ആ അനിവാര്യതയുടെ പേരിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്നു. ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകും. വിഷയം ചർച്ചയായതോടെ പഴയ സാഹചര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കവും LDF-ഉം കേരള കോൺഗ്രസ് എമ്മും ആരംഭിച്ചു. പൊതുപരിപാടികളിലടക്കം ഇതിന് മറുപടി നൽകാനാണ് തീരുമാനം. ഇതിനിടെ മന്ത്രി K രാധാകൃഷ്ണനെതിരെ K മുരളീധരൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സിറ്റിംഗ് മന്ത്രിയായിരിക്കും രാധാകൃഷ്ണൻ എന്നായിരുന്നു പരിഹാസം. 24 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരൻ വധം സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. TPയെ കൊലപ്പെടുത്തിയവരുടെ പാർട്ടി വടകരയിൽ ജയിക്കില്ലെന്ന് K മുരളീധരൻ MP. പ്രതി PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആയുധമാക്കുകയാണ് UDF. വടകര മണ്ഡലത്തിൽ TPയെ കൊന്നവർക്ക് സ്ഥാനമില്ലെന്ന് K മുരളീധരൻ MP. വടകരയിൽ ആ ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കൂടെ പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ റിസൾട്ടായിരിക്കും വടകരയിൽ നിന്നുണ്ടാവുക. TP കേസ് പ്രതി PK കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട KM ഷാജിയുടെ ആരോപണത്തിന് പിന്നാലെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. കുഞ്ഞനന്ദനെ വിഷം കൊടുത്തുകൊന്നത് CPM-കാർ തന്നെയെന്നും K സുധാകരൻ. കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച KM ഷാജിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും CPM നിയമ നടപടി സ്വീകരിച്ചാൽ ഒറ്റക്കെട്ടായി നേരിടുമെന്നും K മുരളീധരൻ പറഞ്ഞു. 24 കോഴിക്കോട്. അപ്പോൾ അത് KM ഷാജി തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ അത് K സുധാകരൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ ചർച്ചയാക്കുക എന്ന ഉദ്ദേശം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും. അനൂപ് അശോക് പറഞ്ഞു, ഹായ് ആഷ്മി ചേട്ടൻ, എൻ്റെ അമ്മയ്ക്കൊരു ഹായ് തരുമോ? അമ്മയുടെ പേര് അമ്മണിക്കുട്ടി എന്നാണ്. അമ്മണിക്കുട്ടി അമ്മ ഹായ്. ഹായ്ക്കാണ് വഞ്ഞം. LDF മുന്നേറ്റം ജനപിന്തുണയുടെ തെളിവെന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് LDF. ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം തദ്ദേശ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഏറ്റവും ഒടുവിൽ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 UDF സീറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. അന്നെല്ലാം സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമായി. LDF പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കി. പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളെന്ന് പ്രതിപക്ഷം ന്യായീകരിക്കുമ്പോൾ സർക്കാരിനും CPM-നും വീണുകിട്ടിയ വടിയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാകുമെന്ന് മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് ഉറപ്പായി. എന്തെല്ലാം പറഞ്ഞിട്ടും ഫലം കണ്ടില്ലെന്ന് പ്രതികരിച്ച് മുഖ്യമന്ത്രി തന്നെ വിഷയം ചർച്ചയാക്കി.
ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണെന്ന് ഇന്നലെ കണ്ടില്ലേ? അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ? ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത്. എക്സാലോജിക് വിഷയം ഉൾപ്പെടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ രാഷ്ട്രീയ ആരോപണങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ട്രഷറി പ്രതിസന്ധി, ക്ഷേമ പെൻഷൻ മുടക്കം, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. പ്രതിപക്ഷം ഇതൊക്കെ രാഷ്ട്രീയ വിഷയമാക്കുമ്പോൾ ജനങ്ങൾ സർക്കാരിനൊപ്പമെന്ന് LDF പ്രതിരോധിക്കും. ഇതോടൊപ്പം 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാൻ കഴിഞ്ഞതും വിജയസാധ്യതയുള്ള ജനകീയ മുഖങ്ങളെ പരീക്ഷിക്കുന്നതും നേട്ടമാകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ഒപ്പം സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത UDF-ൽ ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമില്ലാതായെന്നും ഇടത് ക്യാമ്പ് രാഷ്ട്രീയ ആരോപണമായി ഉയർത്തും. 24 തിരുവനന്തപുരം. അപ്പോൾ ഇനിയും ഹൈ വോൾട്ടേജ് ഇലക്ഷൻ പ്രചരണങ്ങളുടെ കാലമാണ്, ആരോപണ പ്രത്യാരോപണങ്ങളുടെ കാലമാണ്, രാഷ്ട്രീയ ആരോപണങ്ങളുടെയും ഒരു പരിധിവരെ ചിലപ്പോൾ ചെളിവാരിയെറിയൻ്റെ ഒക്കെ കാലമാണ്. അത് കാത്തിരിക്കണം. എന്തും ഏത് ആരോപണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കാര്യം വരാൻ പോകുന്നത് ഹൈ വോൾട്ടേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ്. ഇവിടെ ഒരു പ്രേക്ഷകൻ ഫൈസൽ നാദാപുരം ചോദിക്കുന്നു, ഹാഷ്മി എങ്ങനെയാണ് വയർ 0 ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് വയറിനകത്തോട്ട് പിടിച്ചാൽ മതി, 0 ലെവൽ ആയിക്കോളും. മാസപ്പടിയിൽ SFIO അന്വേഷണത്തിനെതിരായ KSIDCയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി. തിങ്കളാഴ്ചയാണ് ഹർജി കോടതി പരിഗണിക്കുന്നത്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. CMRL എക്സാലോജിക് കരാറിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി SFIO നൽകിയ സമൻസ് ചോദ്യം ചെയ്താണ് KICDC ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനെതിരെയാണ് നിലവിൽ ഷോൺ ജോർജ് ഹർജി നൽകിയിട്ടുള്ളതും. തന്റെ പരാതി അനുസരിച്ചാണ് SFIO അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു. തന്റെ ആവശ്യത്തിൽ പൊതുതാൽപര്യമുണ്ട്. അതിനാൽ ഈ കേസിൽ തന്നെ കക്ഷി ചേർക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു. ഷോൺ ജോർജിന്റെ അപേക്ഷ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. നേരത്തെ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KICDC ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ശ്രീകാന്ത്, 24 കൊച്ചി. ഷമീർ പറയാണ്, വയനാട് 60ഓളം വാഹനങ്ങളുള്ള വനംവകുപ്പിൽ ഇതുപയോഗിക്കാൻ കേവലം 20 ഡ്രൈവർമാർ മാത്രമാണ്. 20 ഡ്രൈവർമാർ 60 വാഹനങ്ങൾ ഓടിക്കുന്ന ജാലവിദ്യ കേരളത്തിൽ വനംവകുപ്പിൽ മാത്രമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ വയനാട് പോലെ ഒരു സ്ഥലത്ത് ഈ പറയുന്ന സത്യമാണെങ്കിൽ വലിയ കഷ്ടമാണ്. വലിയ ഇത്രത്തോളം വനം വന്യജീവി സംഘർഷം നടക്കുന്ന മേഖലയിൽ അനാസ്ഥ എന്ന് തന്നെ പറയണം ഈ പറയുന്നത് ശരിയാണെങ്കിൽ. കൊച്ചിയിൽ കറിയുടെ അളവ് കുറഞ്ഞതിന് തട്ടുകട ഉടമയ്ക്കും ഭാര്യയ്ക്കും മർദ്ദനം. പിറവം ഫാത്തിമ മാതാ സ്കൂളിനടുത്ത് തട്ടുകട നടത്തുന്ന മോഹനനും ഭാര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത്. ഇടുക്കി തൂക്കുപാലം സ്വദേശികളെ 8 സംഘമാണ് ദമ്പതികളെ മർദ്ദിച്ചത്. ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്യാം, ഗ്രേവി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആദ്യമായിട്ടല്ല, പപ്പടത്തിൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതിൽ സംഭവിച്ചത് എന്താണ്? ഹാഷ്മി, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. തട്ടുകട നടത്തി ജീവിക്കുന്ന ആളുകളാണ് ഈ മോഹനനും കുടുംബവും. അവരുടെ കടയിലെത്തിയ ഇടുക്കി തൂക്കുപാലം സ്വദേശികളായ 8 സംഘമാണ് ഈ കറിയിൽ ഗ്രേവി കുറവാണെന്ന് പറഞ്ഞ മോഹനന്റെയും ഭാര്യയുടെയും നേരെ മോശം വാക്കുകൾ പറഞ്ഞത്. ഇത് മോഹൻ ചോദ്യം ചെയ്തതോടുകൂടിയിട്ടാണ് ഈ 8 പേര് ചേർന്ന് മോഹനനെ മർദ്ദിക്കുകയായിരുന്നു. ഇത് തടയാൻ ചെന്ന ഭാര്യയെയും മർദ്ദിച്ചു. കറിയിൽ ആവശ്യത്തിന് ഗ്രേവി തരില്ലേ എന്ന് ചോദിച്ചു മർദ്ദിച്ചു എന്നായിരുന്നു ഇവർ പറഞ്ഞത്. ഏതായാലും ഇവരെ രണ്ടുപേരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പിറവം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. ഹാഷ്മി, ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കറിയുടെ ഗ്രേവി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ തല്ലുക എന്നൊക്കെ പറയുന്നത്. പോലീസ് ഇടപെടട്ടെ. ഇനി അങ്ങനെ ഗ്രേവി കുറഞ്ഞാൽ തല്ലാൻ തോന്നാത്ത വണ്ണം അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കട്ടെ എന്നല്ലേ പറയാൻ പറ്റൂ. ഇവിടെ ആശാബിന് പറയുകയാണ്, ഹാഷ്മി +2 സ്റ്റഡി ലീവാണ്, ഈ ഉച്ചസമയം റെസ്റ്റ് ടൈമാണ്, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണേ. നന്നായിട്ട് അങ്ങോട്ട് പഠിക്കാനുള്ളൂ. ഒരു കട്ടയ്ക്ക് പഠിച്ചുകൊണ്ട് കയറി വാ. ആദ്യ സബ്ജക്റ്റ് ഏതാ നോക്കുക. പിന്നെ നല്ല ചൂടാണ്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക കേട്ടോ. CPIM നേതാവിൻ്റേത് ആസൂത്രിത കൊലപാതകം. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവിൻ്റെ കൊലപാതകം ആസൂത്രിതം. പാർട്ടിക്കുള്ളിലെ അവഗണന സഹിക്കാതെയായതോടെയാണ് PV സത്യനാഥനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി അഭിലാഷിന്റെ മൊഴി. പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതി അഭിലാഷിന്റെ മൊഴി. നേതാക്കളുടെ സംരക്ഷകനായി നിന്ന തനിക്ക് മറ്റു പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റപ്പോൾ സത്യനാഥൻ കുറ്റപ്പെടുത്തി. ഇതോടെയുണ്ടായ വ്യക്തിവൈരാഗ്യവും കൊലയ്ക്ക് കാരണമായി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഗൾഫിൽ നിന്നാണ് ആയുധം വാങ്ങിയത്. കൃത്യം നടത്തിയ ശേഷം ആയുധം അടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തൻ്റെ വീടിന് മുന്നിലൂടെ നിരന്തരം പോകുന്ന സത്യനാഥനെ ഇതിനു മുൻപ് താൻ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അഭിലാഷിന്റെ മൊഴിയിലുണ്ട്. പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും.
വെള്ളിയാഴ്ച രാത്രിയാണ് ക്ഷേത്രമുത്സവത്തിനിടെ കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥനെ വെട്ടിക്കൊന്നത്. 24 കോഴിക്കോട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:29:50 പൊങ്കാലക്കൊരുങ്ങി അനന്തപുരി. പൊങ്കാല ഉത്സവത്തിന്റെ 8ാം ദിവസമായ മകംനാളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിരാവിലെ മുതൽ ഭക്തരുടെ നിര കിലോമീറ്ററുകൾ നീണ്ടു. കാർത്തിക നാളിൽ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം തുടങ്ങിയതു മുതൽ പതിവിലും തിരക്ക് കൂടുതലാണ്. ഇത്തവണ കൊടും ചൂടിൽ മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. ഒരു 15 വർഷമായി ഞങ്ങള് ഇത്തവണ തിരക്ക് കുറച്ച് കൂടുതലുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും ലൈനിൽ നിൽക്കേണ്ടി വരാറില്ല. എല്ലാ വർഷവും ഇടാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം തിരക്കാ തോന്നുന്നുണ്ട്. വ്രതം നോറ്റു പൊങ്കാലയിടാൻ ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി. പ്രധാന വഴിപാടുകളിലൊന്നായ നാരങ്ങമാല ചാർത്താനെത്തിയവരും ഏറെയുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയും അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ നാരങ്ങ വിളക്ക് ചേർത്ത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരും ഏറെയാണ്. മകനാളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിനായി എത്തിയ സ്ത്രീകളുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ വലിയ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ചൂട് വലിയ ചൂടാണ്, പക്ഷേ കനത്ത ചൂട് മറികടന്നും അത് വകവയ്ക്കാതെയും ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്ര നടയ്ക്കൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം സ്മിത ഹരിദാസ്, 24. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഭക്തി നിറവിൽ പൊങ്കാലക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ. ഇവിടെ ആമിനേസ് പറയുന്നുണ്ട്, ആഷ് ബ്രോ സ്മിത ചേച്ചിയോടും പ്രവിത ചേച്ചിയോടും എൻ്റെ അന്വേഷണം അറിയിക്കുമോ പ്ലീസ്. ഇപ്പം അറിയാം കേട്ടോ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 2:30 നിവേദ്യം. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിരിക്കുന്നത്. സ്മിത ഹരിദാസ് ക്ഷേത്രനടയിലുണ്ട്. പ്രവിത ലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ അമ്പ ഓഡിറ്റോറിയത്തിലുണ്ട്. ഗോപിക സുരേഷ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലുണ്ട്. ശ്രീരാധാകൃഷ്ണൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ തിരക്കിൻ്റെ വിവരങ്ങൾ നൽകാനുണ്ട്. ആദ്യം സ്മിതയിലേക്കാണ് പോകുന്നത്. സ്മിത, എല്ലാം ഓക്കെ അല്ലേ? ഓൾ സെറ്റിൽ. നല്ല ചൂടാണ്. അപ്പോൾ ചൂടിനെ അതിജീവിക്കാൻ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ വർഷവും വളരെ കാര്യക്ഷമമായി തന്നെ നടക്കാറുണ്ട്. വെള്ളം സംഭാര വിതരണം ഒക്കെ. എന്തായാലും എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് ഹാഷ്മി. എന്റെ പുറകിലുള്ള ഈ നിരകൾ തന്നെ കണ്ട നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് മകന്നാളായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്തവണ കാർത്തിക നാൾ മുതൽ തുടങ്ങിയ തിരക്കാണ്. മകന്നാളായപ്പോഴേക്കും അങ്ങ് സാധാരണ പൊങ്കാലയ്ക്ക് ഇല്ലാത്ത അത്രയും തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ക്ഷമാശീലം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിരനിരയായി ഇത്രയോ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുകയാണ് ഇവര്. പകുതി പേരെ ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടിരിക്കും ചെറിയ ചെറിയ ഇടവേളകളിൽ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, നീണ്ട കാത്തിരിപ്പ്. അതിനിടയിൽ ചൂടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചില പരാതികൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിലും കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഇത്തവണ. പുരുഷന്മാരുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ സ്ത്രീകളാണ് ഭൂരിഭാഗവും എത്തിയിട്ടുള്ളത്. പല പ്രായത്തിലുള്ള സ്ത്രീകളുണ്ട്, കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ ദൃശ്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഹാഷ്മി. ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഭക്തജനങ്ങൾ ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമായി എത്രയോ ഇടങ്ങളിൽ നിന്ന്, ദൂരെ നാടുകളിൽ നിന്നെല്ലാം വന്ന് 2-3 ദിവസമായി ഇവിടെ താമസിക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, ബന്ധുവീടുകളിലൊക്കെ താമസിച്ച് പൊങ്കാലയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ളവരാണ്. അവർ എല്ലാ ദിവസവും രാവിലെ വരുന്നു, ഈ ക്യൂവിൽ നിന്ന് ദേവിയെ ദർശിക്കുന്നു. ഒപ്പം തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒരേ സമയം തന്നെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടെ തോറ്റമ്പാട്ട് ഉണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ തോറ്റമ്പാട്ടുണ്ട്. കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ കുറച്ചു മുൻപേ ഇവിടെ വന്നു പോയി കഴിഞ്ഞു. അതുപോലെ സ്ത്രീകളോടൊക്കെ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ 24-നോട് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ഇവരോടൊന്ന് ചോദിക്കാൻ തോന്നുന്നു, എങ്ങനെയുണ്ട്? ഒരുപാട് മണിക്കൂറുകളായല്ലേ? ഞങ്ങൾ രാവിലെ 8:30 ഇവിടെ കയറിയതാ. ചൂട് എത്തണം, എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂട്. വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ടോ ചേച്ചി? എല്ലാ കൊല്ലം അമ്പലത്തിലില്ല, മുട്ടത്തറയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. ഈ വർഷം എനിക്ക് ഇവിടെ വന്ന് അമ്മയെ തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 6 മണിക്ക് വന്നതാണ്. ഇതിന് ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ.
ഗംഭീര ചൂടാ. എന്നാലും അമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എത്തിച്ചു. 18 വർഷം എല്ലാ കൊല്ലം വരാം. 24 കാണാറുണ്ട് ചേച്ചി. കാണുന്നത്. അതിനിടയിൽ അതും ചോദിക്കണമല്ലോ ഹാഷ്മി. നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ 24-നോടുള്ളൊരു സ്നേഹം, പ്രേക്ഷകരുടെ സ്നേഹം, SKനെ അന്വേഷിക്കുന്നവരുണ്ട്, ഹാഷ്മി അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെ ആ സ്നേഹവും അറിഞ്ഞാണ് നമ്മൾ ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഓക്കെ, സ്മിതയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ വിവരം. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. പ്രവിത ലക്ഷ്മിയോട്. പ്രവിത, അമ്പ ഓഡിറ്റോറിയത്തിലും ഏതാണ്ട് സമാന കാഴ്ചയാവില്ലേ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വലിയ തിരക്ക് തലേ ദിവസം തന്നെ പ്രകടമാണല്ലേ പ്രവിത? കാശ്മീർ തീർച്ചയായിട്ടും ഇപ്പം ഈ എന്റെ പിറകിലുള്ള ആ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം ആളുകളാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നത്. നാളെയാണ് പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നതെങ്കിലും തിരുവനന്തപുരം ജില്ല മാത്രമല്ല, ഒരുപക്ഷെ സംസ്ഥാനത്തെ നിന്നുള്ള ആറ്റുകാൽ ഭക്തരെല്ലാവരും തന്നെ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഹാഷ്മി ചോദിച്ചതുപോലെ അമ്പ ഓഡിറ്റോറിയം ഞാൻ നിൽക്കുന്നതിന് തൊട്ട് സമീപമാണ്. ആ ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇഷ്ടികകൾ, അതായത് ചുടുകട്ടകൾ നിരത്തി അവർക്ക് പൊങ്കാല ഇടാനുള്ള ആ സ്ഥലം ഇപ്പോഴേ പിടിച്ച് അവിടെ കാത്തിരിക്കുന്ന ജനങ്ങളെ കാണാൻ സാധിക്കും. നാളെ ഈ പ്രദേശം ഒരു യാഗശാലയായി മാറാൻ പോവുകയാണ്. അതിനു മുൻപായി അവർക്ക് വേണ്ട ആ സ്ഥലം, ആ പൊങ്കാലയിടാൻ, അതായത് ഈ ക്ഷേത്രത്തോട് സമീപം ചേർന്ന് കിടക്കുന്ന ആ ഒരു മൈതാനമാണിത്. ആ മൈതാനത്ത് അവർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലം പിടിച്ചിരിക്കുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 1 മണിക്ക് നട അടച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവിടേക്ക് ഒഴുകുകയാണ് ഭക്തർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ തന്നെയും നട അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ക്ഷേത്രത്തിനകത്തേക്ക് ഇവരെ പ്രവേശിപ്പിച്ച് കടത്തി വിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദാ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ചേച്ചിമാരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി എവിടുന്നാ വന്നേ? കൊല്ലത്തുനിന്ന്. സ്ഥിരമായി വരുന്നതാണോ പൊങ്കാല വരുന്നത്? എത്ര വർഷമായി? ഞങ്ങള് 6-7 വർഷം കൊണ്ട് വരുന്നത്. ഇത്തവണ ചൂട് കൂടുതലാണ്, തിരക്കും കൂടുതലാ. കഴിഞ്ഞ തവണത്തെ തിരക്ക് കൂടുതലാ. അപ്പൊ ചേച്ചിക്ക് പൊങ്കാല ഇടാനുള്ള സ്ഥലമൊക്കെ കിട്ടിയോ? ആ സ്ഥലം അമ്മ കൂടെ ഒരു വീടുണ്ട്, വീടൊക്കെ കിട്ടി. അവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുക. അതെ, ഈ പൊങ്കാലയ്ക്ക് അപ്പൊ നാളെ രാവിലെ എത്ര മണിക്ക് എത്തും? ഞങ്ങള് ഇപ്പം നമ്മുടെ സ്ഥലത്ത് അങ്ങ് പോവുക പൊങ്കാല ഇടാനായിട്ട്. ഇനിയിപ്പോ നാളെ രാവിലെ ഇപ്പൊ പോവുക. അങ്ങനെയാണ്. കണ്ടോ, കൊല്ലത്തുനിന്ന് വന്ന ചേച്ചിയാണ്, സ്ഥിരമായി പൊങ്കാല ഇടാൻ വരുന്നതാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തർക്കും പറയാനുള്ളത്. വർഷങ്ങളായി പൊങ്കാല അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളെയാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത്രയധികം ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ കനത്ത സുരക്ഷാ സംവിധാനവും ഒപ്പം തന്നെ അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ തിരക്ക് അധികം പരിഗണിച്ച് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. 3500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ പോലീസുകാരെ കൂടുതലായി വിന്യസിക്കുന്നുണ്ട്. ഒരുപക്ഷെ പുരുഷ പോലീസിന് ഒരു പരിധിക്കപ്പുറം ഒന്നും ഈ തിരക്കിൽ ഇടപെടാൻ സാധിക്കില്ല. അല്പസമയം മുൻപ് നമ്മൾ കണ്ടിരുന്നു, വലിയ തിരക്ക് വന്നപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ആ തിരക്ക് നിയന്ത്രിക്കാൻ. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് വനിതാ പോലീസുകാർക്കായിരിക്കും ഇത് നന്നായി നിയന്ത്രിക്കാൻ സാധിക്കാന്ന്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വനിതാ പോലീസുകാരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപ് വരെ ഇവിടെ 3 ഓഡിറ്റോറിയം ഉണ്ട് ഹാഷ്മി, അമ്പ, അംബിക, അംബാലിക. ഈ 3 ഓഡിറ്റോറിയങ്ങളിലും 3 വേദികളിലും പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഭജന നടക്കും. അതിനുശേഷം മറ്റ് പ്രകടനങ്ങളൊക്കെ, കലാരൂപങ്ങളൊക്കെ, ഈ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ടുള്ള കലാപ്രകടനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഒപ്പം മറ്റ് ആളുകളെല്ലാം, അതുപോലെയുള്ള മറ്റ് VIP-കളും ഒക്കെ എത്തും എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ എത്തുന്ന സാധാരണക്കാർക്ക് ഈ ചൂട് കൂടി പരിഗണിച്ച് നീർജലീകരണം ഉൾപ്പെടെ വരാനുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. ഒപ്പം ഈ ക്ഷേത്ര പരിസരത്തേക്ക് ഇത്രയധികം ആളുകൾ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് കൂടുതൽ വാഹനങ്ങളെ കടത്തിവിടാൻ എന്തായാലും സാധിക്കില്ല. അതുകൊണ്ട് ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഹാഷ്മി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രവിത ലക്ഷ്മിയാണ് അമ്പ ഓഡിറ്റോറിയത്തിൽ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അവിടെ എല്ലാ സന്നദ്ധ സംഘടനകളൊക്കെ ഇറങ്ങി കുടിവെള്ളവും സംഭാവനവും ഒക്കെ ഒരുപാട് കൊടുക്കാറുണ്ട്. നാളെയും അതിന് മാറ്റം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കൊടുംചൂടിൻ്റെ സമയം കൂടിയാണ്. ഗോപിക സുരേഷാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ നിൽക്കുന്നത്. ഗോപിക, തോറ്റമ്പാട്ട് വരാനിരിക്കുന്നു, കുത്തിയോട്ടം, അങ്ങനെ ഇനിയിപ്പോൾ ആഘോഷങ്ങളാണ്. ഉത്സവ പൊലിമ ഇപ്പോൾ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പ്രകടവുമാണ്. ഗോപിക.
ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഈ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താണ്. ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് സ്ഥലം കിട്ടാത്തവർ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഓടി വന്ന് സ്ഥലം പിടിക്കുന്ന ഒരു മേഖലയാണിത്. നമുക്ക് ദൃശ്യങ്ങളെ കാണാം. ഇവിടെയൊക്കെ അടുപ്പ് കൂട്ടി നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, കൊതുമ്പും ചൂട്ടും അടക്കം പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ അടക്കം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ ഒരു വലിയ നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, അങ്ങ് അറ്റം വരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും ബേക്കറി ജംഗ്ഷനിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ചാക്ക, പേട്ട തുടങ്ങി അങ്ങ് കരിക്കകം ക്ഷേത്ര പരിസരം വരെ നീണ്ടു കിടക്കുന്ന വലിയ തരത്തിലുള്ള ഭക്തരുടെ ഒരു നിരയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഈ കാണുന്ന ചേച്ചിമാരൊക്കെ തന്നെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയതാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ ചെമ്പഴന്തി. എല്ലാ വർഷവും വരാറ്? എല്ലാ വർഷവും വരാം. എവിടെ സ്ഥലമൊക്കെ നേരത്തെ നേരത്തെ ഇന്നലെ ഒന്ന് പിടിച്ചിട്ട് പോയില്ല. ഹാഷ്മി, നമ്മൾ കണ്ടതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ചൂടും തിരക്കുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സിനുള്ളിൽ ഇങ്ങനെ വലിയ തരത്തിലുള്ള ഭക്തരുടെ തിരക്കാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞങ്ങള് മൈനാവപ്പള്ളി. ഇന്നലെ വന്നിരുന്നോ അതോ ഇന്നാണോ? ഇന്നലെ വന്ന. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്? വെള്ളമൊക്കെ കിട്ടി കുടിച്ചു. അങ്ങനെ ഹാഷ്മി, ഇവിടെ വലിയ തരത്തിലുള്ള തിരക്കാണ്. കണ്ടോ, ഇവിടെ വിശ്രമിക്കുന്ന അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അങ്ങനെ ഒരു തണൽ കിട്ടിയപ്പോൾ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന നിരവധി പേരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പെൺ കേരളം അനന്തപുരിയിലേക്ക് ചുരുങ്ങുന്നതിന്റെ ഒരു കാഴ്ച തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഹാഷ്മി, ഗോപികയാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒറ്റകാലിൽ ഇഷ്ടിക വെക്കാൻ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. അപ്പോൾ അവിടെ നീണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പത്മനാഭ ക്ഷേത്ര പരിസരത്തൊക്കെ അടുപ്പ് കൂട്ടാറുണ്ട്. ശ്രീനിത കൃഷ്ണ കൂടിയുണ്ട്. ശ്രീനിത, എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണെന്ന് തോന്നുന്നു. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്? ഹാഷ്മി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഇവിടെ വരുന്ന ഓരോ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ആറ്റുകാലിലേക്കുള്ളവരാണ്. അപ്പോൾ ഇതാ നമുക്ക് ഈ ക്യൂ ഒക്കെ കാണാൻ കഴിയും. ഇത് റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രീപെയ്ഡ് ഓട്ടോൻ്റെ ക്യൂ ആണ്. ഇവരെല്ലാവരും ആറ്റുകാലിലേക്കുള്ള ആൾക്കാരാണ്. ഇതാ ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കൂ. അവരുടെ കയ്യിൽ കൊതുമ്പൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണല്ലോ വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത് ചേച്ചി? വർക്കല. എല്ലാ വർഷവും വരാറുണ്ടോ? ട്രെയിനിലാണോ വന്നത്? ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നോ? നല്ല തിരക്കുണ്ടായിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എല്ലാവരും വർക്കലയെന്നാണോ വരുന്നത്? തിരക്കായാലും കുഴപ്പമില്ല അല്ലേ? ആറ്റുകാൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതെ. അപ്പോൾ ഇവർ കൊതുമ്പും ബാക്കി നിവേദ്യം അർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, കാല് വെക്കാൻ പോലും സ്ഥലമില്ലെന്നാണ് പറയുന്നത്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല എങ്കിൽ കൂടിയും എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവരും ഇന്ന് തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് നമുക്കറിയാം KSRTC ബസ് സ്റ്റാൻഡാണ്. അവിടെയും ഇതേ രീതിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല ജില്ലകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകൾ, ചേച്ചിമാർ, അമ്മമാർ, അനിയത്തിമാർ എല്ലാവരും ഇങ്ങോട്ട് ഒഴുകിയെത്താണ്. ഞാനിപ്പം കുറച്ച് മുമ്പാണ് നമ്മുടെ കാക്കനാട്ട് ഓഫീസിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പം ഞാനുണ്ടായിരുന്ന ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ ചേച്ചിമാർ മുഴുവനും ആറ്റുകാലിലേക്കാണ് വന്നത്. അപ്പോൾ അവരുടെ സംസാരത്തിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ചൂടും തിരക്കും ഒക്കെ കാണുമ്പോൾ വിചാരിക്കും പോവണ്ട എന്ന് വിചാരിക്കും, പക്ഷേ അവസാന നിമിഷത്തുമ്പോൾ പോവാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു ചിന്തയിലാണ് എല്ലാ സ്ത്രീകളും ഇങ്ങോട്ടേക്ക് വരുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇനി ഈവനിങ് ഒക്കെ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും നിലത്ത് മണ്ണ് വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്ര തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹാഷ്മി, ശ്രീനിതയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ പോയ വർഷത്തേക്ക് അപേക്ഷിച്ച് വലിയ തിരക്കിൻ്റെ സൂചനയാണ്. അപ്പോൾ നാളെ റെക്കോർഡ് പൊങ്കാല എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വസന്തകുമാരിയൊക്കെ പറയുന്നു, ഈ കൊടും ചൂടിൽ കുടിവെള്ളം നൽകുന്നവർക്ക് സല്യൂട്ട് പറയുകയാണ്. അത് തിരുവനന്തപുരത്തുകാരുടെ ഒരു ആഘോഷമാണ് എല്ലാ വർഷമുള്ള പൊങ്കാല. അപ്പോൾ അവിടെ വെള്ളം കൊടുക്കൽ, സംഭാവന കൊടുക്കൽ മത്സരിച്ച് നടക്കുന്ന കാലമാണ്. അപ്പം എനിക്ക് ദീർഘകാലത്തെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ സ്റ്റാച്യൂവിൽ ഒരു ചായക്കട ഒരു കടയുണ്ടായിരുന്നു, പെട്ടിക്കട. ചായക്കട എല്ലാം ഉള്ളത് നമ്മുടെ മൂന്നും ചേട്ടൻ്റെ കടയാണ്. ആ കട കേന്ദ്രീകരിച്ച് നമ്മളും കുറേ സംഭാരവും നാരങ്ങ വെള്ളവും വെള്ളമൊക്കെ കൊടുത്ത നൊസ്റ്റാൾജി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 48:45 സെക്കൻഡാണ്. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴലും ഇന്നാണ്. അല്പസമയത്തിനകം ദർശനത്തിനായി നട തുറക്കും. രാവിലെ മുതൽ വിവിധ ദിക്കുകളിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ചോറ്റാനിക്കരയിൽ നിന്ന് വിനിത വിജി. വിനിത, തിരക്ക് നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ?
തീർച്ചയായും ഹാഷ്മി, എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 2 മണിക്ക്, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴുന്നതിനുള്ള ദർശന സമയം 2 മണി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഭക്തിസാന്ദ്രമാണ് ചോറ്റാനിക്കര. ഒപ്പം തന്നെ ഭക്തർ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെ കൃത്യമായിട്ടുള്ള ക്യൂ നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ട്, വോളണ്ടിയർമാരുണ്ട്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും, ഈ പറഞ്ഞതുപോലുള്ള ഈ എല്ലാ ഇടങ്ങളിലും, ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും എല്ലാ ഇടങ്ങളിലും വലിയൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിറകണ്ണുകളോടെ, തൊഴുകൈകളോടെ ദേവീമന്ത്രം ജപിച്ചുകൊണ്ട് ഈ ഭക്തർ ഇങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. പലരും വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ എത്തിയവരാണ്. ഇപ്പൊ കുറെ അമ്മമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മൂവാറ്റുപുഴ. നമ്മള് മൂവാറ്റുപുഴ. രാവിലെ എത്തിയോ? രാവിലെ 8:45 ഇവിടെ വന്നു. പുറത്ത് ക്യൂല് വെച്ച് ഇവിടെ ഇങ്ങോട്ട് കയറി. സീനിയർ സിറ്റിസൺ വന്നതാ. അപ്പൊ പിന്നെ വേഗം കയറി, പെട്ടെന്ന് തന്നെ ഇത്രയും സമയം എടുത്തല്ലേ ഉള്ളൂ. സുഖമായിട്ട് വരെ ദേവി കടന്നിരിക്കണം. പറയാൻ വാക്കുകളില്ല. തീർച്ചയായും ഹാഷ്മി, അവർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രായമായവർക്ക് പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബമായി എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടാ, എവിടെ നിന്ന്? ഞങ്ങൾ ഇടുക്കി. പുലർച്ചെ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ 1 മണിയായപ്പോൾ ക്യാമ്പ് ചെയ്താ മകൻ തൊഴുന്നതിന്. അതെ. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളാണ്. ഇപ്പോൾ ചൂടുകാലമാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ എത്തുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിനും മറ്റുമുള്ള സജ്ജീകരണം ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 2 ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ അവരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള ക്യൂ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് ഇപ്പോൾ ഈ കീഴ്ക്കാവ് ക്ഷേത്രമുണ്ട്, അതിന്റെ മറുവശത്തുള്ള ഗേറ്റ് അതിപ്പോഴും തുറന്നിട്ടില്ല. അവിടെയും ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ ക്യൂ അത് ക്രമാതീതമായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളെ ദർശനത്തിനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. 2 മണി മുതൽ 10:30 വരെയാണ് ഈ ദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെയായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഒടുവിലായി എത്തുന്ന ഭക്തന് പോലും ദേവിയെ കണ്ട് ദർശിച്ച് തൊഴുത് മടങ്ങുന്നതിനുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെയും മറ്റും ഭാഗമായി ഏതാണ്ട് 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർ. ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും, എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഭക്തർ അവർ കാത്തിരിക്കുന്നു. ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മകം തൊഴൽ എന്നൊരു ചടങ്ങിലേക്ക് സർവാഭരണ വിഭൂഷിയായി നിൽക്കുന്ന ദേവിയെ കണ്ട് ഒന്ന് തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹാഷ്മി. വിനിത വിജയാണ് ചോറ്റാനിക്കരയിൽ നിന്ന് മകം തൊഴിലിന്റെ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വീണ്ടും പൊളിറ്റിക്കൽ വാർത്തകളിലേക്ക്, രാഷ്ട്രീയ വാർത്തകളിലേക്ക് പോയാൽ ആപ്പിന് കൈകൊടുത്ത് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയിലെത്തി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സീറ്റ് ധാരണ. ഡൽഹിയിൽ 4 ആം ആദ്മി, 3 കോൺഗ്രസും മത്സരിക്കും. എതിർപ്പുകൾ മറികടന്ന് ബറൂച്ച് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകി. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് പോരാടും. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിലെ വിജയം. ഗുജറാത്തിലെ ബറൂച്ച് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നതിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ എതിർപ്പറിയിച്ചെങ്കിലും അത് മറികടന്നാണ് സീറ്റ് ആം ആദ്മിക്ക് നൽകിയത്. ബറൂച്ചിന് പുറമെ ഭാവ്നഗറിൽ കൂടി ആം ആദ്മി മത്സരിക്കും. ഹരിയാനയിൽ അത്ര വലിയ സ്വാധീനം ആം ആദ്മിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്. ബാക്കിയുള്ള 9 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കാനാണ് തീരുമാനം. ഗോവയിലെ 2 സീറ്റുകളിലും ചണ്ഡീഗഡിലെ 1 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. പ്രവചനങ്ങൾ പോലെ സീറ്റ് വിഭജനത്തിൽ ഡൽഹിയിൽ ആം ആദ്മിക്ക് 4ഉം കോൺഗ്രസിന് 3ഉം സീറ്റുകൾ നൽകി. പഞ്ചാബിൽ 2 പാർട്ടികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായും ധാരണയിലെത്തിയ കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി ബംഗാളാണ്. ചർച്ചകൾ അണിയറയിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഫലസൂചനകൾ ഇതുവരെ ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. 24 ഡൽഹി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ 4-3 എന്നൊക്കെയുള്ള സീറ്റ് ഷെയറിംഗ് വരുന്നത് എന്താണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് എക്സലൻറ്റ് സീറ്റ് ഷെയറിംഗ് ഉറപ്പായും പറയാം. കാരണം ഡൽഹിയാണ് ആം ആദ്മിയുടെ അവരുടെ തട്ടകം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെ 3 സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കാനുള്ള തീരുമാനം എന്നൊക്കെ പറയുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോൾ യു പിയിൽ സമാജ്വാദി പാർട്ടിയുമായി ഏതാണ്ട് ധാരണയിലേക്ക് എത്തുന്നു. ജമ്മു കാശ്മീരിൽ ഏതാണ്ട് ധാരണയിലേക്ക് എത്തുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം ഏതാണ്ട് പ്രശ്നമാണ് എന്നിടത്ത് നിന്ന് സീറ്റ് ഷെയറിംഗിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വീണ്ടും ഇന്ത്യ സഖ്യ മുന്നണികൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ദിവസങ്ങൾ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 57:57 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിക്കുകയാണ് എന്ന് കരുതുന്നു. ഇവിടെ ഒരു പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത്?
ഇന്ദുലക ഷിജേഷ്, ഹാഷ്മി ബ്രോ, മക്കൾ ഇഷാനും ഇഹാനും ടി വിക്ക് മുൻപിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഒരു ഹായ് പറയൂ. ഹായ് ഇഷാൻ, ഇഹാൻ, ഭക്ഷണം കഴിക്കും. അധ്യാപകന്റെ പീഡനം തുറന്നു പറഞ്ഞ് പെൺകുട്ടി. മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് കുരുക്കുമുറുകുന്നു. സിദ്ദിഖ് അലിക്കെതിരെ പെൺകുട്ടി അധ്യാപകനയച്ച ശബ്ദ സന്ദേശം 24-ന് കിട്ടി. സിദ്ദിഖ് അലി ആൺകുട്ടികളെയും പീഡിപ്പിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി കരാട്ടെ വിദ്യാർത്ഥിയുടെ അമ്മയും രംഗത്ത് വന്നു. പെൺകുട്ടിയുടെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. സിദ്ദിഖ് അലിയിൽ നിന്ന് കുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. ലൈംഗിക അതിക്രമം ഉണ്ടായതിന് പിന്നാലെ കുട്ടി അധ്യാപകന്റെ സഹായം തേടുന്ന ശബ്ദ സന്ദേശമാണിത്. ഞാൻ സാറോടൊക്കെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം രണ്ടാമത്തെ മോളും ഞാനും സെയിം ഏജാണ്. അപ്പം എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ ഈ കേസ് കൊടുക്കുന്നത് മാറുമോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. വിവരം നേരത്തെ അറിയാമായിരുന്നെങ്കിലും കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്ന് അധ്യാപകൻ. ഫ്രണ്ടിന്റെ വാപ്പയാണ് ഈ കരാട്ടെ മാഷ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി ആകെ ഇല്ലാതായി പോയത്. എന്തുകൊണ്ട് ഞാനിത് എന്ത് ചെയ്തില്ല, അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിൽ അറിയിച്ചില്ല? അത് അറിയിക്കാനുള്ള മാനസിക ആരോഗ്യത്തിലല്ലായിരുന്നു ആ കുട്ടി അപ്പോൾ ഉള്ളായിരുന്നു. കരാട്ടെ പരിശീലനത്തിനെത്തിയിരുന്ന ആൺകുട്ടികളെയും സിദ്ദിഖ് അലി പീഡിപ്പിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി കരാട്ടെ വിദ്യാർത്ഥിയുടെ മാതാവും രംഗത്തെത്തി. അയാൾ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആണായാലും പെണ്ണായാലും. ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ്. അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാൾ അപ്പുറം അത്രമാത്രം ഒരു നികൃഷ്ടനാണ് അയാൾ. വിഷയത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വാഴക്കാട് പോലീസിൽ നിന്ന് റിപ്പോർട്ടും തേടി. വീണ്ടും പീഡന പരാതികൾ ഉയർന്നതോടെ കരാട്ടെ പരിശീലനത്തിനെത്തിയ കൂടുതൽ കുട്ടികളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 മലപ്പുറം. സന്തോഷം പറയുകയാണ്, കരാട്ടെ അധ്യാപകനെ ശരിക്കും കൈകാര്യം ചെയ്യണമെന്ന് പറയുകയാണ്. നിയമത്തിന്റെ വഴിയിൽ കരാട്ടെ തീർത്തു കൊടുക്കേണ്ടതാണ്, അക്കാര്യം തർക്കമില്ല. മലക്കപ്പാറയിൽ ഉയരുന്ന പ്രതിഷേധം. അതിരപ്പള്ളി മലക്കപ്പാറയിൽ ആദിവാസി ഊരുമൂപ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ വനം മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വീരൻകുടി ഊരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM രംഗത്തെത്തി. 2018 പ്രളയത്തിൽ വീരൻകുടി ഊരിന്റെ ഇരുവശവും തകർന്നിരുന്നു. ഭൂമി വാസയോഗ്യമല്ലാതായതോടെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. ഇതോടെ കഴിഞ്ഞ 18-ന് മലക്കപ്പാറയിൽ വനഭൂമി കയ്യേറി 7 കുടുംബങ്ങൾ കുടിൽ കെട്ടാൻ ശ്രമിച്ചു. വനംവകുപ്പിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ കെട്ടിയ 3 കുടിലുകൾ ഇന്നലെ വൈകിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചുമാറ്റുകയായിരുന്നു. ഇതിനിടെ ഊരുമൂപ്പൻ വീരന് മർദ്ദനമേറ്റു എന്നാണ് പരാതി. കാലിനും മുഖത്തും മർദ്ദനമേറ്റ മൂപ്പൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വന്ന് അവർ തല്ലി, തലയുമേലെ തല്ലി, കാലിൽ ചവിട്ടി, അവരെ വടിവെച്ച് തല്ലി. ഇത്രയും വയ്യാതായിരിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്തോരം പറഞ്ഞായിരുന്നു, ഇതേ അമ്മയ്ക്ക് വയ്യാൻ പറ്റുന്നില്ല, അപ്പം ഞങ്ങളത് കൊണ്ട് നോക്കുന്നത്. അവർ 2 പേര്, ഞാനങ്ങളാണെങ്കിൽ 3 പേരുണ്ട്, 3 പേരും നോക്കുന്നില്ല. അത്രയും കവത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്തോരം പറഞ്ഞായിരുന്നു ഇത് ചെയ്യേണ്ട കേട്ടോ, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. എന്നാലും ചെയ്ത്. ഊരുമുപ്പിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് CPIM പെരുമുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മന്ത്രിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം അഴിച്ചുവിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം, അവരെ ജയിലിലടയ്ക്കണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. മാത്രമല്ല, ഇവരുടെ ഭൂമിയുടെയും കിടപ്പിടത്തിൻ്റെയും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള തീരുമാനം നിർബന്ധമായി ഉണ്ടാകണം. അതുണ്ടാകുന്നത് വരെ CPM എന്ന നിലയിൽ ഞങ്ങൾ ഇവർക്കൊപ്പം ഉണ്ടാകും, അചഞ്ചലമായി ഉണ്ടാകും. സംഭവത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ വനം മന്ത്രി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മലക്കപ്പാറയിൽ നിന്നും ക്യാമറമാൻ ബിനീഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. വയനാട് തിരുനെല്ലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് പരിക്ക്. കിളിവേൽ സ്വദേശി 72-കാരൻ ബീരാനാണ് പരിക്കേറ്റത്. പനവല്ലി കാൽവരി എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. അരുൺ പാറക്കൽ വിവരങ്ങൾ ചേരുന്നു. അരുൺ, വയനാട് ഈ വന്യമൃഗ ആക്രമണങ്ങൾ ഒഴിഞ്ഞൊരു ദിവസം, വാർത്താ ദിവസവും ഇല്ല. എങ്ങനെയാണ് ബീരാന്റെ ആരോഗ്യാവസ്ഥ? അത്യാവശ്യം പ്രായമുള്ള ആളാണല്ലോ.
ഹാഷ്മി, അദ്ദേഹത്തെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുഖത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരിക്ക് ഗുരുതരമല്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ന് രാവിലെയാണ് തിരുനെല്ലി പനവല്ലി കാൽവരി എസ്റ്റേറ്റിൽ വെച്ച് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. മരക്കച്ചവടക്കാരനാണ്. മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റിലെത്തിയതായിരുന്നു. തുടർന്ന് മരങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ കാട്ടുപോത്ത് ഓടി വരികയും തുടർന്ന് ബീരാനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ അദ്ദേഹം ഓടി മാറിയെങ്കിലും പോത്ത് ആക്രമിച്ചു. മുഖത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ തന്നെ കൂടെയുള്ള ആളുകളെല്ലാം ചേർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടിക്കുളം കാളക്കൊല്ലി സ്വദേശിയായ ജനാർദ്ദനൻ എന്ന വ്യക്തിക്കും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ കാട്ടുപോത്ത് ആക്രമിക്കാൻ ചെന്നു. ഇതിനിടയിൽ ഓടി മാറുന്നതിനിടെ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ബീരാന് വയസ്സ് 72 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ വയോധികനാണ്. അതിൻ്റെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഹാഷ്മി, എന്തായാലും ഈ വയനാട് ജില്ലയെ സംബന്ധിച്ച് കടുവയുടെയും ആനയുടെയും ഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കാട്ടുപോത്തിന്റെ കൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വയനാട് നിന്ന് നേരത്തെ പറയുന്നത് പോലെ ഒരു കാട്ടുപോത്ത് ആക്രമണത്തിൻ്റെയോ കടുവ ആക്രമണത്തിൻ്റെയോ കാട്ടാന ആക്രമണത്തിൻ്റെയോ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖന കർണാടകത്തിലെ നാഗർഹോള വനത്തിൽ തുടരുകയാണ്. കേരള വനാതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കർണാടക ഉൾവനത്തിലാണ് ആന. വനത്തിൽ പുറത്തിറങ്ങുന്നത് തടയാൻ കർണാടക വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. കേരള വനം വകുപ്പും റേഡിയോ കോളർ സിഗ്നലുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ആന കേരള അതിർത്തിയിലേക്ക് എത്തുന്നത് തടയുമെന്നാണ് ഇരു സംസ്ഥാനങ്ങളുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ കർണാടക നൽകിയ ഉറപ്പ്. 8 ദിവസമായി ബേലൂർ മക്കന അവൻ്റെ കൂടെയുള്ളൊരു മോഴ ഒരു ബോഡി ഗാർഡ് പോലൊരു മോഴ ഒക്കെ ചേർന്ന് വട്ടം ചുറ്റുകയായിരുന്നു. ഇപ്പോൾ അങ്ങ് വനമേഖലയിൽ തന്നെ തുടരുകയാണ്. വനത്തിൽ കയറി വെടിവെക്കേണ്ട എന്ന് കോടതി പറയുന്നുണ്ടല്ലോ. തിരുവനന്തപുരം പാലോട് വട്ടപ്പൻകാവിൽ അജ്ഞാത ജീവി ആടിനെയും പശുക്കിടാവിനെയും ആക്രമിച്ചു. വട്ടപ്പൻകാവ് സ്വദേശി ബൈജുവിൻ്റെ വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. വനം വകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തുകയുമാണ്. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകൻ തൊഴിലിനായി ക്ഷേത്രനട തുറന്നു. 10:30 വരെയാണ് സമയക്രമം. ചോറ്റാനിക്കരയിൽ നിന്ന് വിനീത വിജു ഒരിക്കൽ കൂടി. വിനീത, ഇപ്പോൾ തിരക്ക് എങ്ങനെയാണ്? നല്ല ചൂടുള്ള സമയമാണ്. ചൂട് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് പൊതു സാഹചര്യം വിനീത? തീർച്ചയായും ഹാഷ്മി, വലിയ തിരക്ക് തന്നെയാണ്. ഇനി വരും മണിക്കൂറുകളിൽ ആ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു നീണ്ട നിര ഭക്തജനങ്ങൾ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. മകം തൊഴിലിനായി ക്ഷേത്രനട തുറന്നിരിക്കുന്നു. ഇനി കുറച്ചു പേർക്ക് ഇപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് വീണ്ടും ആളുകളെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നീണ്ട നിര ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കൃത്യം 2 മണിയോടുകൂടി തന്നെ മകം തൊഴിലിനായുള്ള ക്ഷേത്ര നട തുറന്നു. ഇനി 10:30 വരെയാണ് നിലവിലെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ദേവസ്വം പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ഏറ്റവും ഒടുവിലായി എത്തുന്ന ഭക്തന് പോലും ദേവിയെ കണ്ട് ദർശനം നടത്തി മടങ്ങുക എന്ന ഒരു ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ഏതാണ്ട് 1000-ലധികം പോലീസുകാർ ഈ പരിസരത്തൊക്കെ ഉണ്ട്. ഗതാഗത നിയന്ത്രണം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മേഖലയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തർ, ഇവർ പലരും നമ്മൾ രാവിലെയൊക്കെ ഇവരുമായി സംസാരിച്ചപ്പോൾ പലരും ഇന്നലെ രാത്രി എത്തിയ ആളുകളുണ്ട്, പുലർച്ചെ എത്തിയ ആളുകളുണ്ട്. ഇങ്ങനെ മണിക്കൂറുകളോളമായി കാത്തുനിന്ന ആളുകളാണ്. അവരിപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉൾപ്പെടെ നിന്നുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നീണ്ട നിര തന്നെയാണുള്ളത്. ഈ ക്യൂ സംബന്ധിച്ച് സ്ത്രീകൾക്കും ഒപ്പം തന്നെ പ്രായമായവർക്കുമൊക്കെയായുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുരുഷന്മാർക്ക്, അതായത് കുടുംബാംഗങ്ങളോടൊക്കെ എത്തുന്ന പുരുഷന്മാർക്കുള്ള ക്യൂ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്യൂവിൽ നിന്നുമുള്ള ആളുകൾക്കായി അവർക്ക് കൃത്യമായി ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്നതിനനുസരിച്ച് മറുവശത്ത് നിന്നുള്ള ആളുകളെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചോറ്റാനിക്കരയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ ഏറെ പ്രസിദ്ധം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ വലിയ ഒരു തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലുള്ളത്. പുലർച്ചെ 5:30 മുതൽ തന്നെ മകം തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എഴുന്നള്ളത്തുണ്ടായിരുന്നു. 7 ആനകൾ ഈ എഴുന്നള്ളത്തിന്റെ ഭാഗമായി ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു. ഈ ചടങ്ങുകൾക്ക് ശേഷം 10:30 വരെ ഈ ദർശനം ഉണ്ടായിരുന്നു. 10:30 ശേഷം ക്ഷേത്ര നട അടച്ചു. പിന്നീട് പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും ഒരേ മനസ്സോടുകൂടി ദേവിയെ കാണുക, കണ്ടുമടങ്ങുക എന്നൊരു ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഒരു വലിയ നിര തന്നെയാണ് നമുക്ക് ഈ ക്യൂവിൽ കാണാൻ കഴിയുന്നത് പോലുള്ള വ്യത്യസ്തമായ ആളുകളുണ്ട്. അമ്മമാരുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. ഇങ്ങനെ വലിയ ഒരു നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. ഇന്നലെ എത്തി. ഇന്നലെ രാത്രി അവിടെ പുറപ്പെട്ടു. നല്ല വർഷങ്ങളായിട്ട് വരുന്നതാണ്. ഒത്തിരി നേരം ക്യൂവിലിരുന്നു.
മകളെ പേരക്കുട്ടി അതും ഇതാ എല്ലാവരും ഉണ്ട്, മരുമകളെ എല്ലാവരും ഉണ്ട്, എല്ലാ വർഷവും വരാറുള്ളതാണ്. സന്തോഷല്ലേ അമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. പാലക്കാട് അല്ല, ഞങ്ങള് വേറെ ക്യൂല് നിന്നൊന്ന് തളർന്നു. ഇങ്ങനെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ സംസാരിച്ചതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട്. ചൂടാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നവർക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്കും ഒക്കെ കുടിക്കാനൊക്കെയുള്ള വെള്ളം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇത്തവണ മകം തൊഴിലുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ, അവരുടെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ചേട്ടാ, എല്ലാ കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകി നമ്മൾ ആളുകളെ അകത്തേക്ക് ഇങ്ങനെ കയറ്റിവിടുന്നുണ്ട്. എല്ലാ വഴിയിൽ നിന്നും ആവശ്യാനുസരണമുള്ള ആളുകളെല്ലാം നമ്മൾ കയറ്റിവിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളിപ്പോ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ വന്ന് മടങ്ങി എന്നാണ് പറയുന്നത്. പക്ഷെ അതിലും കൂടുതൽ ആവാനാണ് സാധ്യത. ഇന്നിപ്പോ ശനിയാഴ്ചയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾ ആവാൻ സാധ്യതയുണ്ട്. ഇനി ആറ്റുകാൽ പൊങ്കാല കൂടി ഉണ്ട്. അപ്പൊ പൊങ്കാലയ്ക്ക് മുൻപ് ഇവിടെ വന്ന് ദർശനം നടത്തി അങ്ങോട്ടേക്ക് മടങ്ങുക. അതെ, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ ആദ്യം ഇവിടെ വന്നിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകും. തീർച്ചയായും ഇങ്ങനെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ ഇപ്പോൾ ഇങ്ങനെ അവർ കാത്തു നിൽക്കുന്നത് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ്. ഏതാണ്ട് മണിക്കൂറുകളോളമായി അവർ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. മറുവശത്ത് കൂടി ഭക്തരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. ദേവിയെ കണ്ട് ദർശനം നടത്തി തൊഴുത് മറുവശത്ത് കൂടി ഭക്തർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ, അവിടെ ക്ഷേത്ര നട തുറന്നു, വലിയ തിരക്കാണ്, വലിയ ചൂടൊക്കെ ഉണ്ട്. അപ്പം ക്ഷേത്ര ദർശനത്തിന് ഇറങ്ങുന്നവർ അതിനുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയുമാണ്. ഇവിടെയാണെങ്കിലും നാളെ തിരുവനന്തപുരത്ത് പൊങ്കാലയ്ക്കാണെങ്കിലും. തിരുവനന്തപുരം നേമത്ത് പ്രസവത്തിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യ റജീന രണ്ടാം പ്രതി. ഇവർക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി. ഒളിവിൽ പോയ റജീനയ്ക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. കേസിൽ പിടിയിലായ അക്യുപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മരിച്ച ഷമീറയെ അക്യുപങ്ചർ ചികിത്സയ്ക്ക് നയാസിന്റെ ആദ്യ ഭാര്യ റജീനയും പ്രേരിപ്പിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതോടെയാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതി ചേർത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നവജാത ശിശുവിന്റെ മരണം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. കേസിൽ അറസ്റ്റിലായ അക്യുപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനും ഭാര്യയും നയാസിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. യുവതി മരിക്കുന്നതിന്റെ തലേ ദിവസവും ഇവർ അക്യുപങ്ചർ ചികിത്സ നൽകിയിരുന്നു. അയൽവാസിയും ഇത് വ്യക്തമാക്കി. അയാൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളും വിചാരിച്ച എന്തിനു പറ്റില്ല. ഒരു ദിവസം രാത്രി കാറും കൊണ്ട് ഇട്ടിട്ട് ഒരു സ്ത്രീ ഇയാളും കൂടെയാണ് വന്ന് കയറിയത്. അപ്പം അക്വ പഞ്ചർ മോളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പം അവരെ അതിനുശേഷം 1-2 പ്രാവശ്യം വന്ന് ഈ കൊച്ചു മരിക്കണേനും തലയ്ക്കും ദിവസം വരെയും വന്ന് കാറിൽ രണ്ടുപേര്, ഒരു ആണും അങ്ങേരും വേറെ ഒരു കൊച്ചുമായിട്ട് വന്ന്. ഷിഹാബുദ്ദീനെ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് സാധ്യത. കസ്റ്റഡിയിൽ വാങ്ങിയ നയാസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരെയും ഒപ്പമിരുത്തിയും ചോദ്യം ചെയ്തേക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പേട്ടയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച സംഭവത്തിൽ 6 ദിവസമായും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കുഞ്ഞെങ്ങനെ പൊന്തക്കാട്ടിലെത്തി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സൂചനയും പോലീസിനില്ല. ക്ലൂലെസ് ആണ്. അതേസമയം പോലീസ് സമാന്തരമായി അന്വേഷിക്കുന്നുണ്ടെന്നും എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും തിരുവനന്തപുരം DCP നിതിൻ രാജ് 24-നോട് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് നാടോടി സംഘത്തിലെ 2 വയസ്സുകാരി കുട്ടിയെ കാണാതാകുന്നത്. 19 മണിക്കൂറിന് ശേഷം 7 അടിയിലേറെ താഴ്ചയുള്ള ഓടയിൽ നിന്നും കണ്ടെത്തി. ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കം നേരിട്ട് സ്ഥലത്തെത്തി അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതാണെങ്കിലും കേസിൽ ഇതുവരെയും തുമ്പില്ല. കുട്ടിയെ വളർത്താനായി തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സംശയത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികളില്ലാത്ത ദമ്പതികളുടെ പട്ടിക പോലീസ് തയ്യാറാക്കുന്നുണ്ട്. കുട്ടിയെ ഉപദ്രവിക്കാത്തതും വിവാദമായതോടെ ഉപേക്ഷിച്ചതുമാണ് ഇങ്ങനെയൊരു സംശയത്തിന് കാരണം. എല്ലാ സാധ്യതകളും പരിശോധിച്ച് സംശയം ഒഴിവാക്കുകയാണെന്നും സമാന്തരമായി പോലും പോലീസ് അന്വേഷണം നടത്തുകയാണെന്നും തിരുവനന്തപുരം DCP നിതിൻ രാജ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻസിഡന്റ് വരുന്നത് മുതൽ പോലീസിൻ്റെ ഒരു ടീം ഇതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണവും കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ്. പക്ഷേ രണ്ടാമത് നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം അതിപ്പോഴും ഊർജിതമായിട്ടൊരു അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആ ഒരു ഭാഗത്തെ പറ്റിയുള്ള അന്വേഷണം പാരലായിട്ട് ഊർജിതമായിട്ട് നടത്തുന്നുണ്ടെന്ന് മാത്രം പറയാം. കുട്ടിയെ നാടോടി സംഘത്തിലെ ആരെങ്കിലും തന്നെ പെട്ടെന്നുള്ള പ്രകോപനത്താൽ എടുത്തു മാറ്റിയതാണോ എന്ന സംശയത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചും വിശദമായി അന്വേഷിക്കുന്നു. കുട്ടിയെ കാണാതാകുന്നതിന് 3 ദിവസം മുൻപ് പിതാവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു. തേൻ വിറ്റ വകയിൽ കിട്ടിയ പണമാണിതെന്നായിരുന്നു പിതാവിന്റെ മറുപടി. പണമയച്ചവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ നടത്തിയ വിമാനയാത്രയും പോലീസ് അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. 24 തിരുവനന്തപുരം.
ഉത്തർപ്രദേശിൽ. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതാണ്. എടുത്തുകൊണ്ട് പോയിട്ട് 5-6 ദിവസമായിട്ട് ആര് എടുത്തുകൊണ്ട് പോയി, എങ്ങനെ എടുത്തുകൊണ്ട് പോയി എന്നൊരു സൂചനയായിരിക്കുന്നത് കേരള പോലീസിന് ഭൂഷണമല്ല. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ. ഉത്തർപ്രദേശിൽ ചോദ്യപേപ്പർ ചോർച്ച. UP പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ചോദ്യപേപ്പറാണ് ചോർന്നത്. സംഭവത്തിന് പിന്നാലെ പരീക്ഷ റദ്ദാക്കി. 6 മാസത്തിനകം വീണ്ടും പരീക്ഷ നടത്തും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി. ബൽറാം, വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉണ്ടായത്. എത്ര ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്? എന്താണ് സംഭവിച്ചത് ബൽറാം? ഹാഷ്മി, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17-18 തീയതികളിലായാണ് ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾമാർക്കുള്ള റിക്രൂട്ട്മെന്റ് പരീക്ഷ നടന്നത്. പരീക്ഷ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ വ്യാപകമായ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്ന ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ട് വരെ നിരവധി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷ റദ്ദാക്കിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 മാസത്തിനകം വീണ്ടും പരീക്ഷ നടത്തും എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. നിലവിലുള്ള പരീക്ഷ റദ്ദാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നും ഈ സംഭവത്തിൽ കുറ്റക്കാരായ ആളുകളെ പിടികൂടി ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ സുതാര്യതയും ഒപ്പം തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി ഈ ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി, ബൽറാമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അജീനാഫ പറയുകയാണ്, ഇന്ന് ഭാസ്കരമാഷ് ഓർമ്മദിനം. മഴവില്ലും മയിൽപ്പീലിയും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് ഇന്നും നിറം പകർന്നുകൊണ്ടേയിരിക്കുന്നു. മന്മഥനാം ചിത്രകാരൻ മഴവില്ലിൽ തൂലികയിലെ കിളിവാതിൽ എഴുതി ചേർത്ത മധുര ചിത്രം പോലെ. അജി, പക്ഷേ നാളെയാണെന്ന് തോന്നുന്നു ഭാസ്കരമാഷ് ഓർമ്മദിനം. നാളെ 25-ാം തീയതി അല്ലേ? അതെ. ജലവിഭവ മന്ത്രിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യാങ്കളി. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ആലപ്പുഴയിലെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. പ്രൈവറ്റ് സെക്രട്ടറി SG പ്രേംജിക്കെതിരെ ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ പരാതിയും നൽകി. എന്നാൽ കയ്യാങ്കളി നടന്നിട്ടില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. വ്യാഴാഴ്ചയായിരുന്നു സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്ക് 1-ാം നിലയിലുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ കയ്യാങ്കളി. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാനാണ് ആലപ്പുഴ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറും കുട്ടനാട് പാക്കേജിന്റെയും ഇല്ലൻ നാവിഗേഷന്റെയും ചുമതലയുള്ള ശ്യാം ഗോപാൽ എത്തിയത്. മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഓഫീസിലുണ്ടായിരുന്നില്ല. ഇതിനിടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ S പ്രേംജി ഇറങ്ങിപ്പോകാൻ പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാണ് പരാതി. മർദ്ദിച്ചെന്നും മന്ത്രിക്കും ജലവിഭവ സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവശേഷം സെക്രട്ടേറിയറ്റിലെ ക്ലിനിക്കിൽ ശ്യാം ഗോപാൽ ചികിത്സ തേടി. എന്നാൽ ഓഫീസിൽ വന്ന് ബഹളം വെച്ചപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞുവെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. മർദ്ദനമുണ്ടായിട്ടില്ലെന്നും ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാത്തത് ചോദിച്ചപ്പോൾ നിഷേധാത്മക മറുപടിയാണ് ചീഫ് എഞ്ചിനീയർ നൽകിയതെന്നും മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള എന്ന സംഘടനയും വിഷയത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ വെള്ളം എത്തിക്കേണ്ടത് മരിച്ചവരുടെ ബന്ധുക്കൾ. 20 ലിറ്ററോളം വെള്ളമാണ് ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടത്. നിലവിൽ ബന്ധുക്കൾ ബക്കറ്റിൽ ചുമന്നാണ് വെള്ളം എത്തിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് മോർച്ചറിയിലെ മോട്ടോർ പമ്പ് തകരാറിലായത്. കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടും തമ്മിലുള്ള പടലപ്പിണക്കമാണ് പുതിയ മോട്ടോർ പമ്പ് വാങ്ങുന്നതിന് തടസ്സം. 6 മാസമായി കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലെ മോട്ടോർ തകരാറിലായിട്ട് 2 ആഴ്ച മുൻപ് വരെ ഉപയോഗിച്ചത് താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ കമ്പനിയുടെ സൈറ്റിൽ നിന്നുള്ള മോട്ടോറായിരുന്നു. എന്നാൽ ഇതും കേടായതോടെ പോസ്റ്റ്മോർട്ടത്തിനായി ആംബുലൻസ് ഡ്രൈവർമാർക്കും മൃതദേഹം കൊണ്ടുവരുന്ന ബന്ധുക്കൾക്കും ബക്കറ്റിൽ വെള്ളം കോരി എത്തിക്കേണ്ട ഗതികേടാണ്. ബോഡിയും കൊണ്ട് വന്നിട്ട് നേരത്തെ കൊണ്ടുവന്ന അല്ല, അമ്മാവൻ മരിച്ച ഈ ആംബുലൻസിലെ ഡ്രൈവറും ഞങ്ങളോട് ചേർന്നാണ് 4 ബക്കറ്റ് വെള്ളം ആദ്യം കൊണ്ടു കൊടുത്തത്. അപ്പം അതിനുശേഷം അവർ പറയുന്നത് ബാത്റൂമിലേക്ക് വെള്ളമില്ല, അതുകൂടെ കോരി കൊടുക്കണം. ഞങ്ങൾ കോരി ജീവിക്കുക. എന്തൊരു മര്യാദയായത്. വരുന്ന ആൾക്കാർ സ്വന്തം ആൾക്കാരുടെ ബോഡി കഴുകാൻ വേണ്ടി വെള്ളം കൊടുക്കുക, അതുകൂടാതെ അക്കൂസിലൂടെ കുഴിക്കാൻ വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന മര്യാദ. 5 മൃതദേഹങ്ങളാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയതോടെ മോർച്ചറിക്ക് സമീപം ടാങ്ക് സ്ഥാപിച്ച് ആശുപത്രിയിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപത്തു നിന്നും വെള്ളം ഓസ് വഴി എത്തിച്ചു. പുതിയ മോട്ടോർ പമ്പ് വാങ്ങിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാകൂ. കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടും തമ്മിലുള്ള പടലപ്പിണക്കമാണ് പുതിയ മോട്ടോർ പമ്പ് വാങ്ങുന്നതിന് തടസ്സമെന്നാണ് സൂചന. നഗരസഭയുടെ അനുമതിയോടെ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്ന നഗരസഭാ ചെയർപേഴ്സന്റെ വിചിത്രമായ നടപടിയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 24 ആലപ്പുഴ.
മരിച്ചവരുടെ ബന്ധുക്കളെ കൊണ്ട് അവരുടെ ഉറ്റവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാൻ വെള്ളം കോരിപ്പിക്കുക എന്ന് പറഞ്ഞ അങ്ങേയറ്റം മര്യാദകേടാണ്. ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്ത് പടലപ്പടക്കമാണെങ്കിലും ഒരു മോട്ടറിൻ്റെ പ്രശ്നമാണ്. സർക്കാരിന് മുന്നിലേക്ക്, വകുപ്പിന് മുന്നിലേക്ക് ആ വാർത്ത ഞങ്ങൾ വെക്കുകയാണ്. ഉടൻ നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നാണ്. എന്തായാലും ആ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങളുണ്ട്. എന്തായാലും വർഷം 2 ആകുമ്പോഴാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 10,000 പേർ മരണമെങ്കിൽ 10,000 നിരപരാധികൾ മരണമെങ്കിൽ മാസം 2-3 ആകുമ്പോൾ തന്നെ 26,000 27,000-ത്തിനടുത്ത് നിരപരാധികൾ കൊല്ലപ്പെടുന്നു. പലസ്തീന് യുദ്ധമുണ്ടാക്കുന്ന അങ്ങനെ നിരപരാധികളുടെ ചോര മാത്രം ഒഴുക്കാണ് എന്നുള്ളതിൻ്റെ വേറെ ഉദാഹരണങ്ങൾ എന്താണ് വേണ്ടത്? കേരളത്തിൽ നിന്നും എന്തായാലും പലസ്തീൻ ഇസ്രായേൽ നാടുകളിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ പുനരാരംഭിച്ചു. യുദ്ധത്തെ തുടർന്നായിരുന്നു യാത്രകൾ നിർത്തിവെച്ചത്. യുദ്ധത്തെ തുടർന്ന് 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിശുദ്ധ നാടുകളിലേക്ക് വീണ്ടും മലയാളികൾ എത്തുന്നത്. ടൂർ ഓപ്പറേറ്റർമാർ നേരിട്ട് ഇസ്രായേൽ, പാലസ്തീൻ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പാക്കേജുകൾ ആരംഭിച്ചത്. നമ്മളിപ്പോൾ ജനുവരിയിൽ ഞാനും കമ്പനിയുടെ സിഇഒയും കൂടി വിശുദ്ധ നാടിലെ എല്ലാ സ്ഥലങ്ങളും, ഇസ്രായേലിലെയും പാലസ്തീനിലെയും എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുകയും അത് സേഫ് ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും ജനുവരിയിൽ ഇതിന്റെ പ്ലാൻ ചെയ്തു. ഫെബ്രുവരി 24 മുതൽ നമ്മുടെ ഓരോ ഗ്രൂപ്പുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൊച്ചി, തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് 70ഓളം തീർത്ഥാടകർ ഉണ്ടായിരുന്നു. ആശങ്കകൾ ഒന്നുമില്ലെന്നും യാത്രക്കാർ വ്യക്തമാക്കി. ഇപ്പൊ കുറെ കൂടി സേഫ് ആണെന്ന് അറിയുമ്പോൾ സന്തോഷത്തോടുകൂടി ആ യാത്ര നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതി ഞങ്ങൾ ഹോളിലാൻഡിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ യുദ്ധം വന്നതിനാൽ നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഇപ്പം അവിടെ വളരെ ശാന്തമായി പോകുന്നു എന്നറിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഞങ്ങളിത് ഇന്ന് യാത്ര ചെയ്യുകയാണ്. വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടന പാക്കേജ് പുനരാരംഭിച്ചത് ടൂറിസം മേഖലയ്ക്കും ആശ്വാസമാണ്. 24 കൊച്ചി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 2:26:09 ഭക്ഷണം കഴിക്കാത്തവർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഡൽഹി ചലോ മാർച്ചിലൂടെ കർഷകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR ഇടാതെ കൊല്ലപ്പെട്ട ശുഭ്കിരണിന്റെ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ല എന്ന് പറയുകയാണ് കർഷക സംഘടനകൾ. കൊല്ലപ്പെട്ട ശുഭ്കിരणे രക്തസാക്ഷിയെ പ്രഖ്യാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലേക്ക് എത്തുകയാണ്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശുഭ്കരന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കർഷകർ. ഖനൌരി, ശംഭു അടക്കമുള്ള അതിർത്തികളിൽ ഇത്തരത്തിൽ തമ്പടിച്ചുകൊണ്ട് തന്നെ സമരം മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്ക് തൽക്കാലം നീങ്ങുന്നില്ല. പകരം ആദ്യം ശുഭ്കരന് നീതി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഡൽഹിയിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, അതുവരെ അതിർത്തികളിൽ ഇത്തരത്തിൽ തമ്പടിക്കും എന്ന് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുന്നതിൽ തീരുമാനം എടുക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അതുവരെ നടത്തില്ല എന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. എന്തായാലും ശുഭ്കരന് നീതി ഉറപ്പാക്കിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് കടക്കുകയുള്ളൂ. അതുവരെ അതിർത്തികളിൽ ഈ ഒരു വിഷയത്തിൽ സമരം ശക്തമാക്കും. അടിസ്ഥാന നീതി ഉറപ്പാക്കുക, അതിനുശേഷം മാത്രമേ മറ്റു തരത്തിലുള്ളൊരു പഞ്ചാബ് സർക്കാരിന്റെ വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെയും ഇപ്പോൾ കർഷക സംഘടനകൾ തിരിഞ്ഞിരിക്കുകയാണ്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണ്. കർഷകർക്കൊപ്പമാണോ അതല്ല കേന്ദ്ര സർക്കാരിനൊപ്പമാണോ പഞ്ചാബ് മുഖ്യമന്ത്രി ആദ്യം നിലപാട് പ്രഖ്യാപിക്കണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. देखो, सेंट्रल गवर्नमेंट से हम ये कहना चाहते हैं कि 5 शहीद हो गए हैं, 200 से प्लस जख्मी हो गए हैं. जल्दी से जल्दी मांगों को मानकर, मांगे इतनी बड़ी कोई नहीं है. असल में डॉक्टर स्वामीनाथन को जो भारत रत्न दिया जा रहा है ना, उससे मान सम्मान इतना नहीं बढ़ेगा जितना उनकी आई हुई रिपोर्ट को लागू करके बढ़ेगा. അതേസമയം മിനിമം താങ്ങുവിലയിൽ നിയമപരമായി ഉറപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെയും സമരം തുടരുമെന്ന കാര്യത്തിൽ കർഷക സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആദ്യം ശുഭ്കരന് നീതി ഉറപ്പാക്കിയ ശേഷമാകും ഡൽഹിയിലേക്ക് പോവുക. എന്തായാലും അതിർത്തികളിലെ സമരം തുടരും. അതുവരെ സമാധാനപരമായി തന്നെ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഞ്ചാബ് സർക്കാരിന് വലിയ തലവേദനയാണ് കർഷകരുടെ സമരം. രമ്യമായി പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന കടുത്ത നിലപാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ തലവേദനയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാരിനെ സംബന്ധിച്ച് കർഷക സമരം തങ്ങൾക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനും. അപ്പോൾ ചെറുപ്പക്കാരനായ കർഷകനാണ്. അപ്പോൾ അവൻ്റെ മരണത്തിന് ഇടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവധി കൊടുത്തെങ്കിൽ കൂടിയും കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലേക്ക് എത്തിച്ചേരുകയുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മളിനി കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.